നമസ്കാരം. ബഹുമാന്യരായ എല്ലാ പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് വീണ്ടും സ്നേഹം നിറഞ്ഞ സ്വാഗതം. 2025 എന്ന പുതുവർഷത്തിൽ ഓരോ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്കും ഉണ്ടാകാനിടയുള്ള സാമാന്യ ഫലങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചോതി നക്ഷത്രക്കാരുടെ അടുത്ത ഒരു വർഷത്തെ ഫലമാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ചോതി നക്ഷത്രക്കാരുടെ പ്രത്യേകത നോക്കുമ്പോൾ അവർ എല്ലാ കാര്യത്തിലും കണക്കുകൾ സൂക്ഷിക്കുന്ന ആൾക്കാരാണ്. അതായത് നമ്മൾ വരവ് ചെലവ് കണക്കുകൾ നമ്മുടെ വ്യാപാര കാര്യത്തിൽ സൂക്ഷിക്കുന്ന പോലെ തന്നെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഒരു കണക്കുണ്ടായിരിക്കും, ഒരു ചിട്ടയുണ്ടായിരിക്കും. പിന്നെ ലാഭനഷ്ടങ്ങൾ അവരെപ്പോഴും കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ജീവിതത്തിലെ ലാഭങ്ങളും നഷ്ടങ്ങളുമൊക്കെ എപ്പോഴും അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു സ്വഭാവക്കാരാണ്. നിർബന്ധ ബുദ്ധി ഉണ്ടായിരിക്കും. പുറമേ അത് പ്രകടിപ്പിച്ചില്ലെങ്കിൽ പോലും ഉള്ളിലൊരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരിക്കും എപ്പോഴും. കാര്യപ്രാപ്തിയും പരിശ്രമശീലമൊക്കെ ഉണ്ടാകും. വാക്കുപാലിക്കാൻ നിർബന്ധമായിട്ട് മനസ്സിൽ ശ്രദ്ധിക്കുന്നവരാണ്. കൊടുക്കൽ വാങ്ങലുകളിലൊക്കെ കൃത്യത പാലിക്കും. പൊതുവേ ഒരു എന്താണ് പറയുന്നത്, അക്കൗണ്ടിങ്ങിൽ എല്ലാം ഒന്ന് അക്കൗണ്ട് ചെയ്യപ്പെട്ടു പോകണം എന്ന് നിർബന്ധമുള്ള ആളുകളായിരിക്കും. മറ്റുള്ളവർ തങ്ങളെ പുകഴ്ത്തി പറയണമെന്ന് എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. വിമർശനങ്ങൾ വന്നു കഴിഞ്ഞാൽ ദേഷ്യപ്പെടും, എന്ന് പറഞ്ഞാൽ കോപം ഉണ്ടാകും. ചെറിയ കാര്യത്തിന് പോലും കലഹിക്കുന്ന സ്വഭാവവും ഉണ്ട്. അതേസമയത്ത് മറ്റുള്ളവർക്ക് ഉപകാരമൊന്നും ചെയ്തു കൊടുക്കാൻ മടിയില്ല. തനിക്ക് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്തു കൊടുക്കും. അതാണ് ഈ എല്ലാത്തിനും ഒരു അക്കൗണ്ടബിലിറ്റി അല്ലെ ഒരു അക്കൗണ്ടിങ് സിസ്റ്റം സൂക്ഷിക്കുന്നു എന്ന് പറഞ്ഞത്. തനിക്ക് കുഴപ്പമുണ്ടാകുമോ എന്നവരെ ഒന്ന് ചിന്തിക്കും. സ്വാതന്ത്ര്യബോധം കൂടുതലായിരിക്കും. മറ്റുള്ളവർക്ക് കീഴടങ്ങി ജീവിക്കാൻ തയ്യാറാകുകയില്ല. എതിർപ്പുകളെയൊക്കെ ധീരമായിട്ട് നേരിടും. സ്വന്തം അഭിപ്രായങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് അംഗീകരിപ്പിക്കുന്ന ഒരു രീതിയും അവർക്കുണ്ട്. ആശ്രിത വത്സലരാണ്. ഇഷ്ടത്തിന് ഒത്തു നിൽക്കുന്ന ആൾക്കാരോട് വളരെ അടുപ്പവും സ്നേഹവുമൊക്കെ ഉണ്ടായിരിക്കും. ബാല്യകാലത്ത് പൊതുവെ ആരോഗ്യക്കുറവ് ഉള്ള ആൾക്കാരാണ് ഈ ചോതി നക്ഷത്രക്കാർ. അപ്പോൾ എന്തൊരു കാര്യത്തിലും ആവശ്യപ്പെട്ടത് വാങ്ങിച്ചെടുക്കാനുള്ള ഒരു ശീലവും ഇവർക്കുണ്ട്. ചോദിച്ചു വാങ്ങും എന്ന് ഒരു മലയാളത്തിൽ ചൊല്ലുണ്ട്. അതിൻ്റെ പിന്നിലുള്ള കാര്യവും ഇതായിരിക്കും. അല്പം നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെ തങ്ങളുടെ കാര്യം സാധിച്ചെടുക്കുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ചൊല്ല് വന്നത്. അപ്പോൾ നമുക്ക് അവരുടെ ഈ വർഷത്തെ ഫലം നോക്കുമ്പോൾ 2025 ആദ്യ 3 മാസങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടായിരിക്കും പോകുന്നത്. അതായത് ശനി മാറുന്നത് വരെയുള്ള കാലഘട്ടം. കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ തടസ്സങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. ചില സമയത്ത് കുടുംബത്തിൻ്റെ പിന്തുണ പോലും കിട്ടാതെ ബുദ്ധിമുട്ടുന്ന സമയം ഉണ്ടാകാം. അതായത് ശനി 5-ാം ഭാവത്തിലും വ്യാഴം 8-ലുമായിട്ട് നിൽക്കുന്ന കാലമായതുകൊണ്ട് പലപ്പോഴും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ശനി രാശി മാറിക്കഴിയുമ്പോഴത്തേക്കും കാര്യങ്ങൾ നമ്മുടെ ഇഷ്ടത്തിന് വരുന്ന രീതിയിൽ മനസ്സിലാവും, അനുഭവിക്കാൻ തുടങ്ങും. മെയ് മാസം കഴിയുമ്പോഴത്തേക്കും അനുഭവങ്ങൾ കൂടുതൽ ഗുണകരമായിട്ട് വരുന്നതാണ്. വർഷാരംഭത്തിൽ 5-ൽ നിൽക്കുന്ന ശനി മാർച്ച് മാസം അവസാനം ആകുമ്പോഴത്തേക്കും, മാർച്ച് 29 ആകുമ്പോഴത്തേക്കും 6-ാം ഭാവത്തിലേക്ക് വരും. ഈ 6-ൽ ശനി നല്ലതാണ്. 3, 6, 11 ഭാവങ്ങളിലെ ശനി ഗുണഫലങ്ങൾ നൽകുന്നതാണ്. അപ്പോൾ ഈ 6-ാം ഭാവം എന്ന് പറയുന്നത് ശത്രുക്കളെ സൂചിപ്പിക്കുന്ന ഭാവമാണ്. കടബാധ്യതയെ സൂചിപ്പിക്കും. ആയുധങ്ങൾ കൊണ്ടുള്ള മുറിവിനെയൊക്കെ സൂചിപ്പിക്കും. അപ്പം ഈ ശത്രുക്കൾ, ശനി പാവഗ്രഹമായ ശനി 6-ാം ഭാവത്തിൽ കൂടെ സഞ്ചരിക്കുമ്പം ശത്രുക്കൾ നിഷ്പ്രഭരാകും. ശത്രുക്കളുടെ ഒരു ആക്ടിവിറ്റീസും നമുക്കെതിരെ ഫലിക്കുകയില്ല. പിന്നെ കടങ്ങൾ നന്നായിട്ട് കുറയ്ക്കാൻ സാധിക്കും. എവിടുന്നെങ്കിലുമൊക്കെ കുറച്ച് സോഴ്സുകൾ കണ്ടെത്തി കടങ്ങൾ തിരിച്ചടയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. ചിലപ്പോൾ പിതൃസ്വത്തിൽ വിൽക്കുന്നത് വഴിയാകാം, അല്ലെങ്കിൽ ഒരു ഭാഗ്യാനുഭവം, ഒരു ലോട്ടറി കിട്ടുന്നതിലൂടെ ആകാം. ഏതെങ്കിലും രീതിയിൽ പണം വരും. അല്ലെങ്കിൽ നമുക്ക് നേരത്തെ പൈസ തരാനുള്ള ആരെങ്കിലും ഇപ്പോൾ കൊണ്ടുപോയി തരുന്ന, നേരത്തെ സമയത്തൊന്നും തരാതെ ഇപ്പോഴതുകൊണ്ട് ഏൽപ്പിക്കുന്നത് കൊണ്ടാകാം. എങ്ങനെയാണെങ്കിലും കുറച്ച് പണം കൈ വരികയും കുറച്ച് കടം തീർക്കാൻ സാധിക്കുകയും ചെയ്യും. വ്യാപാരത്തിൽ നിന്നോ ഏജൻസി, കമ്മീഷൻ, ഡീലർഷിപ്പ് കാര്യങ്ങളിൽ നിന്നൊക്കെ നല്ല രീതിയിൽ ധനലാഭം ഉണ്ടാകും. ശനി 6-ൽ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. കാർഷിക ആദായവും വർദ്ധിക്കും. പരമ്പരാഗതമായിട്ട് കിട്ടിയ ഭൂമിയോ വീടോ വിൽക്കാനൊക്കെ സാധിക്കുന്നതാണ്. കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നോക്കി നന്നായിട്ട് നടത്താൻ സാധിക്കും. ബിസിനസ്സിൽ നിന്നും ആദായം വന്നു ചേരുന്നതാണ്. പിന്നെ അഷ്ടമ വ്യാഴത്തിൻ്റെ ദൗർഭാഗ്യം വർഷത്തിൻ്റെ പകുതി വരെ, അതായത് മെയ് 14 വരെ തുടരും. മെയ് 14-ാം തീയതി കൃത്യം വ്യാഴം അങ്ങോട്ട് മാറുമ്പോഴത്തേക്കും സൗഭാഗ്യങ്ങൾ വന്നു ചേരുക എന്നുള്ളതല്ല. 8-ൽ വ്യാഴം നിൽക്കുന്നത് വളരെ ദോഷകരമാണ്. 8-ൽ നിന്ന് 9-ലേക്ക് മാറുമ്പം ക്രമേണ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിച്ചു വരും. വർഷമധ്യം കഴിയുമ്പോഴത്തേക്കും 9-ലെ വ്യാഴത്തിൻ്റെ ഗുണങ്ങൾ, അതായത് ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേക്കും ഭാഗ്യസ്ഥാനത്ത് വ്യാഴം വരുന്നതിൻ്റെ ഗുണങ്ങൾ അനുഭവിച്ചു തുടങ്ങും.
കടബാധ്യത തീർക്കാൻ ഈ വ്യാഴത്തിൻ്റെ സ്ഥിതിയും സഹായിക്കും. കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യാൻ സാധിക്കും. തുലാക്കൂറിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം മാർച്ച് ഒടുവിലെ ശനിമാറ്റം എപ്പോഴും ഗുണകരമായിട്ടാണ് വരുന്നത്. പുതിയ ജോലി തേടുന്നവർക്ക് അത് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ സ്വന്തം നാട്ടിലേക്ക് വളരെ കാലം വിദേശത്ത് ജോലി ചെയ്തിട്ട് മടങ്ങി വരാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയത്ത് അത് സാധിക്കുന്നതാണ്. ആരോഗ്യപരമായിട്ട് സ്വസ്ഥതയുള്ള ഒരു വർഷമായിരിക്കും ഇത്. വർഷത്തിൻ്റെ പകുതി വരെയൊക്കെ ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകാം. അതിനുശേഷം പൊതുവേ സുഖകരമാണ്. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാധ്യതയുണ്ട്. ദൈവാനുഗ്രഹം പ്രതീക്ഷിച്ച് ചെയ്യുന്ന, പ്രാർത്ഥനയോടെ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ വിജയം കിട്ടുന്ന കാലമാണ് വർഷത്തിൻ്റെ പകുതിക്ക് ശേഷം. പിന്നെ കാര്യവിജയം ഉണ്ടാകും. ശനിയുടെയും വ്യാഴത്തിൻ്റെയും അനുകൂല സ്ഥാനം കൊണ്ടവർക്ക് കാര്യവിജയം സിദ്ധിക്കും. പല കാലങ്ങളായിട്ട് ക്ലേശിപ്പിച്ച ശത്രുക്കൾ ഈ സമയത്ത് ഒതുങ്ങിപ്പോവും. നേരത്തെ വളരെ ബുദ്ധിമുട്ടി ശ്രമിച്ചിട്ടും കിട്ടാത്ത പല കാര്യങ്ങളും ഈ സമയത്ത് കിട്ടും. ധനപരമായ സമ്മർദ്ദങ്ങൾ ഈ വ്യാഴത്തിൻ്റെ മാറ്റത്തോടു കൂടി അകന്നു പോകും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കും. വീട്ടിൽ മക്കളുടെ വിവാഹം, പുതിയ വീടിൻ്റെ പാലുകാച്ചൽ തുടങ്ങിയ മംഗളകർമ്മങ്ങളൊക്കെ നടത്താനും ഈ വർഷം സാധിക്കുന്നതാണ്. വീട് പണി മുടങ്ങി നിന്നവർക്ക് അത് പൂർത്തിയാക്കാനും സാധിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സമയം അനുകൂലമാണ്. ശനിയുടെ മാറ്റത്തോടു കൂടി അവർക്ക് വളരെ അനുകൂലമായിട്ട് വന്നു ചേരും. പിന്നെ നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള ചില വഴിപാടുകൾ മറന്നുപോയിട്ടുണ്ടായിരിക്കും. ഈ സമയത്ത് അത് ഓർമ്മിച്ച് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാകും. ആ ക്ഷേത്രത്തിൽ പോകാനോ അല്ലെങ്കിൽ കുടുംബദേവതയ്ക്കായിരിക്കും ചിലപ്പം വഴിപാട് നേരത്തെ നിശ്ചയിച്ചിരിക്കുന്നത്. അസുഖം വന്നപ്പോഴോ വീട്ടിലാർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായപ്പോഴോ ഒക്കെ നിശ്ചയിച്ച വഴിപാട് പിന്നെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ വർഷം ഈ ശനിയും വ്യാഴവും മാറിയ ശേഷം, അതായത് ഒരു ജൂൺ ജൂലൈ മാസത്തോടു കൂടി ആ വഴിപാടുകൾ ചെയ്ത് തീർക്കുന്നത് വളരെ നല്ലതാണ്. അതോടുകൂടി ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്നതാണ്. സാമ്പത്തികമായിട്ട് നോക്കുമ്പോൾ വരവും ചെലവും ഏകദേശം തുല്യമായിട്ടായിരിക്കും പോകുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാൻ ഇടയില്ല. ധനവരവൊക്കെ നന്നായിട്ട് ഉണ്ടാകും. പുതിയ കരാർ ജോലികളിൽ ഒപ്പുവെക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. പിന്നെ ശനിയും വ്യാഴവും അനുകൂലമായിട്ടാണ് വരുന്നതെങ്കിലും ചൊവ്വയുടെ സ്ഥാനം കൊണ്ടും മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥാനം കൊണ്ട് ഈ കരാർ ഒപ്പിടുന്ന സമയത്ത് നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. ആ രംഗത്ത് പരിചയമുള്ള ആൾക്കാരോടൊരു അഭിപ്രായം ചോദിക്കുക. ഇതൊക്കെ നന്നായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും പൊതുവേ ഈ വർഷം ഗുണകരമായ അനുഭവങ്ങളാണ് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ ഇതാണ് ചോതി നക്ഷത്രക്കാരുടെ 2025 പൊതുവായ അനുഭവങ്ങൾ ചുരുക്കത്തിൽ പറയാനുള്ളത്. ഇനി നമുക്ക് അവരുടെ പരിഹാര കർമ്മങ്ങളിലേക്ക് നോക്കാം. അതുപോലെ അഭിവൃദ്ധി ഉണ്ടാകാനുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം. അപ്പോൾ ശനി ദോഷകരമായിട്ട് നിൽക്കുന്ന സമയത്ത്, ശനി 5-ൽ നിൽക്കുന്ന സമയത്ത് ശാസ്താവിന് നെയ്യഭിഷേകം, എള്ളുകിഴി ദീപം ഇവ സമർപ്പിക്കുന്നത് ഉത്തമമാണ്. ശാസ്താവിന് എള്ളുതിരി തെളിയിക്കുക, നെയ്യഭിഷേകം നടത്തുക, അല്ലെങ്കിൽ നെയ്വിളക്ക് തെളിയിക്കുക. ഇത് രണ്ടും ശനിയുടെ ദോഷം മാറാൻ വളരെ ഉപകാരപ്രദമാണ്. ശനി 5-ൽ വരുമ്പോഴെന്താണ്, സന്താനങ്ങൾക്ക് പഠനത്തിനൊക്കെ ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടാകാം. അപ്പോൾ അതൊക്കെ മാറാനായിട്ട് ശാസ്താവിന് വഴിപാട് ചെയ്യുന്നത് നല്ലതാണ്. ഹനുമാൻ സ്വാമിക്ക് വെറ്റില സമർപ്പണം നടത്തുന്നത് തടസ്സങ്ങൾ മാറാൻ വളരെ ഉത്തമമാണ്. അതോടൊപ്പം തന്നെ ഗണപതിക്ക് ഒറ്റയപ്പം കൂടെ നേദിച്ചാൽ ജോലി ലഭിക്കാനും കൂടുതൽ ഗുണകരമാണ്. ജോലിക്ക് ശ്രമിക്കുന്ന ആൾക്കാർ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാലയും ഗണപതി ഭഗവാൻ ഒറ്റയപ്പവും നേദിക്കുക. ചോതി നക്ഷത്ര ദിനത്തിൽ നരസിംഹമൂർത്തിയെ തൊഴുതു പ്രാർത്ഥിച്ചാൽ ആപത്തുകളിൽ നിന്ന് രക്ഷ നേടും എന്നുള്ളത് ഉറപ്പാണ്. തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിച്ച് ശിവപ്രീതി വരുത്തുന്നത് ആരോഗ്യത്തിനും ദാമ്പത്യ ഭദ്രതയ്ക്കും വളരെ ഉത്തമമാണ്. കേതുർദശ, ശനിദശ, സൂര്യദശ അല്ലെ ആദിത്യദശ, ഈ ദശാകാലങ്ങളിലുള്ളവർ ശിവനും സർപ്പദൈവങ്ങൾക്കും ശാസ്താവിനും പ്രത്യേകം വഴിപാടുകൾ ചെയ്യേണ്ടതാണ്. ഈ 3 ദശകളും ഈ ചോതി നക്ഷത്രക്കാർക്ക് നല്ലതല്ല. ശനിദശ, സൂര്യദശ, കേതുർദശ. അപ്പോൾ ഇതിലേതെങ്കിലും ദശകളാണെങ്കിൽ ശിവനും സർപ്പദൈവങ്ങൾക്കും ശാസ്താവിനും വഴിപാട് ചെയ്യുക. പിന്നെ അഭിവൃദ്ധിക്കായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? രാശ്യാധിപനായ ശുക്രന് അർച്ചന ചെയ്യുക, മഹാലക്ഷ്മിക്ക് വെളുത്ത പട്ട് സമർപ്പിക്കുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ ധനപരമായ ഗുണം ലഭിക്കും, ദാരിദ്ര്യ ദുഃഖം അകന്നു പോകും. അതുപോലെ തന്നെ ഭാഗ്യങ്ങൾ, ഇപ്പോൾ ലോട്ടറി തന്നെ ആകണമെന്നില്ല, പല രീതിയിലുള്ള ധനഭാഗ്യം, വാഹനഭാഗ്യം, ഗൃഹഭാഗ്യം ഇതൊക്കെ വന്നു ചേരാൻ രാശ്യാധിപന് അർച്ചനകൾ ചെയ്യുന്നത് ഉചിതമാണ്. അർച്ചനയോ വിളക്കോ നേദ്യമോ ഒക്കെ നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിലെ സിസ്റ്റം അനുസരിച്ച് ചെയ്യുക. സാധാരണ ശുക്രന് വഴിപാട് ചെയ്യുമ്പം അവിടെ ഒരു പട്ട് സമർപ്പിക്കുക, ഒരു അർച്ചന ചെയ്യുക. ഇതാണ് സാധാരണ ചെയ്തു വരുന്നത്. കാരണം നവഗ്രഹ ക്ഷേത്രത്തിൽ
വളരെ വലിയ വഴിപാടുകൾ അങ്ങനെ ചെയ്യാറില്ല. നവഗ്രഹങ്ങൾ പ്രധാന ക്ഷേത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കുമല്ലോ നവഗ്രഹ ക്ഷേത്രം, അവിടെ അർച്ചന ചെയ്താൽ മതി. അതാണ് ഏറ്റവും എളുപ്പം. പിന്നെ വിളക്ക് തെളിയിക്കുക അവിടെ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ചോതി നക്ഷത്രക്കാരുടെ അനുഭവങ്ങളായിട്ട് പറയാനുള്ളത്, പിന്നെ അവരുടെ ദോഷപരിഹാരങ്ങളായിട്ടും പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും പരിചയക്കാർക്കും അയൽക്കാർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും പ്രത്യേകിച്ച് നിങ്ങളുടെ സന്താനങ്ങൾക്കൊക്കെ അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കും വ്യാപാര ഗുണവും ധനഗുണവും ഒക്കെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ ഒന്ന് അപേക്ഷിക്കുന്നു.